ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇപ്പോൾ നമുക്കറിയാം നാട്ടിലൊക്കെ നല്ല മഴ, പ്രകൃതിക്ഷോഭം, ഒത്തിരി പേരൊക്കെ മരിച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെട്ടെന്ന് മാറട്ടെയെന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. മണ്ണിടിച്ചിലൊക്കെ ഒരു ശമനം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് ജീര റൈസാണ്. നമുക്ക് റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട്, വളരെ ഈസി ആയിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ജീര റൈസ് ഉണ്ടാക്കുന്നത്. ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ബേ ലീവ്സ്, 2 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്ലാക്ക് കാർഡമമും സാധാരണ ഏലക്കയുമാണ്. ബ്ലാക്ക് കാർഡമം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2 ഏലക്ക എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ജീരകം കരിഞ്ഞു പോകരുത്, ഒരു ചെറിയ ബ്രൗൺ കളറായി വരണം. ഇപ്പോൾ ജീരകമെല്ലാം ഒന്ന് മൂത്ത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ച് വെള്ളം കളഞ്ഞെടുത്ത അരിയാണ്. ഇനി അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അരിയാണ്. ഞാനതാണ് ഒരു 2.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പുപൊടിയെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി ഒരു 3 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. 3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 7 മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം. ഇനി പാനിൻ്റെ മൂടി മാറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അതിൽ നിന്ന് ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു എല്ലാം എടുത്ത് മാറ്റാം. മുളകും ജീരകമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അത് അതിൽ തന്നെ കിടന്നോട്ടെ. വീണ്ടും പാൻ മൂടി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യണം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം. അതിൽ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു സ്പൂണോ ഇവിടെ ഒന്ന് കുത്തി നോക്കാം. പരിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. വീണ്ടും പാനൊന്ന് മൂടി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം. ഇനി പാൻ്റെ മൂടി മാറി നോക്കാം. പരി നല്ല പാകത്തിന് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അരി ഒന്നും ഒട്ടും വെന്ത് ഉടഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജീര റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.